ഞാൻ ശരണ്യ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രുക്മാബായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വനിതയെക്കുറിച്ചാണ്. അപ്പോൾ ആരാണ് രുക്മാബായി? രുക്മാബായി ഒരു ഹിന്ദു പരമ്പരാഗത കുടുംബത്തിലാണ് ജനിച്ചത് കേട്ടോ. അങ്ങനെ 11ാമത്തെ വയസ്സിലായിരുന്നു രുക്മാബായിയുടെ വിവാഹം. അങ്ങനെ വിവാഹം കഴിഞ്ഞെങ്കിലും രുക്മാബായിക്ക് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം രുക്മാബായിക്ക് പഠിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നാളുകളൊക്കെ കഴിഞ്ഞിട്ട് രുക്മാബായിയുടെ ഭർത്താവ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണ്. രുക്മാബായി തൻ്റെ ഒപ്പം പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രുക്മാബായി കോടതിയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന പ്രായത്തിലാണ് ഈ വിവാഹം കഴിഞ്ഞത്, അതും എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ. അപ്പോൾ എനിക്ക് ഇനിയും പഠിക്കണം, അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ലാന്ന് രുക്മാബായി കോടതിയെ അറിയിച്ചു കേട്ടോ. അപ്പോൾ കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ രുക്മാബായി തൻ്റെ ഭർത്താവിനൊപ്പം പോകണം, അല്ലെങ്കിൽ 6 മാസത്തെ തടവ് ശിക്ഷ അനുഭവിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഈ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു പൊതു ചർച്ചയായി മാറി. അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ രുക്മാബായിയുടെ ഭർത്താവ് ഈ കേസ് പിൻവലിക്കുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് ഹിന്ദു ആക്ട് പ്രകാരം നമ്മുടെ രുക്മാബായി ഡിവോഴ്സ് ആവുകയാണ്. അങ്ങനെ നമ്മുടെ രുക്മാബായി വിവാഹമോചിത ആയതിനു ശേഷം രുക്മാബായി ഇംഗ്ലണ്ടിൽ പോവുകയാണ് തൻ്റെ പഠനം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രുക്മാബായി അവിടെ നിന്ന് തൻ്റെ MBBS പഠനം പൂർത്തിയാക്കുകയും ഇന്ത്യയിൽ തിരിച്ചെത്തി തൻ്റെ ആതുര സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, രുക്മാബായി ശൈശവ വിവാഹത്തിനെതിരെയും സ്ത്രീകളുടെ പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കേട്ടോ. രുക്മാബായിയുടെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നത്, സ്ത്രീകൾക്ക് പഠനവും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ സ്വന്തം ജീവിതം നിർമ്മിക്കാമെന്നാണ് രുക്മാബായി നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.